വേനൽ കടുത്തതോടെ മലയോര മേഖലയിൽ ദുരിതമായി വന്യജീവി ശല്യം. കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെയായതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് കാട്ടുപന്നിയും മുള്ളൻ പന്നികളുമാണ്. മുമ്പൊക്കെ രാത്രികാലങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന വന്യമൃഗങ്ങൾ ഇപ്പോൾ പകൽ സമയങ്ങളിലും നാട്ടിലിറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിന് പുറമെ ഇവ കുടിവെള്ള സ്രോതസ്സുകൾക്കും വലിയ ഭീഷണിയാകുകയാണ്. കുടിവെള്ളം തേടിയെത്തുന്ന കാട്ടുപന്നികൾ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുന്നത് പതിവാകുകയാണ്. ഇതോടെ നാട്ടുകാരുടെ കുടിവെള്ളവും മുട്ടും. കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ ഉയരമുള്ള സ്ഥലത്തു നിന്നും കൃഷിയിടത്തിലേക്ക് എടുത്തു ചാടുന്നത് കിണറുകളിലേക്ക് ആകും. ഇതുകൊണ്ട് കിണറുകൾക്ക് ചുറ്റുമതിൽ ഉണ്ടെങ്കിലും പ്രയോജനമില്ല. പെരുവന്താനം മേഖലയിൽ 2 ആഴ്ചക്കിടയിൽ 3 കിണറുകളിലാണ് കാട്ടുപന്നി വീണത്. കിണറ്റിൽ വീഴുന്ന കാട്ടുപന്നികളെ പുറത്തെടുക്കുവാൻ വീട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം വേറെയാണ്. ചത്ത കാട്ടുപന്നിയുടെ ജഡം കിണറ്റിൽ കിടന്ന് അഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. റബ്ബർ, തെങ്ങ്, കപ്പ തുടങ്ങിയ കൃഷികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. വന്യമൃഗങ്ങളെ തുരത്തുവാൻ സ്വയം പ്രതിരോധ മാർഗങ്ങൾ തേടുകയാണ് കർഷകർ. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രതിഷേധം ശക്തമാക്കുകയാണ്. പെരുവന്താനം മേഖലയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ തുരത്തുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ആവശ്യം ശക്തമായി. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.